പന്തലിന് സാധനങ്ങളൊക്കെ എത്തിയല്ലോ. സാധനങ്ങൾ ഇനി കൊണ്ടുവരാനുണ്ട്. സാവിത്രി കുട്ടിയുടെയും ഉണ്ണിയുടെയും കല്യാണം കഴിയുന്നത് വരെ ഒന്ന് ക്ഷമിക്കാമെന്ന് വിചാരിച്ചതാ. സമ്മതിക്കല. കിട്ടേണ്ടത് കിട്ടിയാലേ അടിയം വിടവാങ്ങുന്ന അവന്മാരുടെ നില. അച്ഛാ, കല്യാണ പന്തലിന്റെ ടോപ്പൊക്കെ എങ്ങനെയാ? ഫ്ലാറ്റ് ആയിട്ടോ അതോ ഈ അമ്പലത്തിന്റെ മാതിരി മതി? ഗോപുരമൊക്കെ വെച്ച് കിട്ടി മതി. കല്യാണം വരെയുള്ള കാര്യങ്ങള് ഞങ്ങൾ കാരണവന്മാരെ നോക്കിക്കോളാം. നീ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റി ആലോചിച്ചാ മതി. ആ, ഹയർ സ്റ്റഡീസിന് നീ അമേരിക്കയിൽ പോകുമ്പോ എവളെ കൂടെ കൊണ്ടുപോകുന്നുണ്ടോ, അതോ ഇവൾ ഇവിടെ തന്നെ തുടർന്ന് പഠിച്ചാൽ മതി എന്നാണോ? തൽക്കാലം ഞാൻ പോകുന്നു. സാവിത്രിയുടെ MS കംപ്ലീറ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞാൽ രണ്ടാളും അവിടെ അല്ലെങ്കിൽ ഇവിടെ. അപ്പോഴത്തെ സൗകര്യം പോലെ. ആ, എന്നാ ചെല്ല്. ഇന്ന് സെക്കൻഡ് ഷോ പരിപാടിയൊന്നുമില്ലല്ലോ? ഉണ്ട്. വേണ്ട, ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്ര ശരിയല്ല. അതിന് ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്കുണ്ടല്ലോ. ഏതായാലും ഇന്നിനി പുറത്തേക്കൊന്നും പോകണ്ട. ഓ, അച്ഛനിന്ന് മരുന്ന് കഴിച്ചില്ല അല്ലേ? കഴിക്കാൻ മോളെ, അച്ഛനിതൊന്ന് എഴുതി തീർത്തോട്ടെ. പറ്റില്ല. ഞാൻ പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കും വിലയില്ലാത്തത്. ആ കിഴവും വൈദ്യരുടെ അരിഷ്ടവും ലേഹ്യവും കൃത്യസമയത്ത് കഴിക്കുമല്ലോ. സത്യം പറയാമല്ലോ, എന്റെ മോള് തന്നതുകൊണ്ടാണ് ഞാൻ ഇത് കഴിക്കുന്നത്. പക്ഷെ വാദം പോണോ വൈദ്യരുടെ കഷായം കുടിച്ചേ പറ്റൂ. മോള് പിണങ്ങാതെ ഇവിടെ ഇരിക്കേ. മോള് പോയാ പിന്നെ അച്ഛൻ ഇതൊക്കെ ആരാ ചെയ്തു തരുന്നേ? അതിന് ഞാൻ എവിടെയും പോകുന്നില്ലല്ലോ. അച്ഛൻ വെറുതെ പറഞ്ഞതാ. മോള് പോയി കിടന്നോ. അയ്യോ, എന്തേ കാണിച്ചത്? ഇനി തൊട്ട് അടി മേടിക്കും. അടിച്ചോളൂ. വേണ്ട ഉണ്ണിയേട്ടാ, ഇനി ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ. വേണ്ടെന്നേ ഉണ്ണിയേട്ടാ. ഉണ്ണിയേട്ടാ, എന്താ ശബ്ദം കേട്ടോ? വെളിയിൽ എന്തോ ബഹളം കേൾക്കുന്നു. എന്തോ ബഹളം കേൾക്കുന്നു. ഉണ്ണിയുടെ റൂമിലേക്ക് ഇരിക്കുന്നു. എന്താ? അച്ഛൻ.
വാതിൽ പുറത്തു നിന്നാരോ പൂട്ടി. എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നെ കൊല്ലല്ലേ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എന്നെ കൊല്ലല്ലേ. എന്നെ കൊല്ലല്ലേ. എന്നെ കൊല്ലല്ലേ. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എന്നെ കൊല്ലല്ലേ. അരുത. അയ്യോ അരുത. അയ്യോ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, വെറുപ്പുള്ളതുകൊണ്ടുമല്ല. എന്നെപ്പോലെ ഒരു സർജൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ്. വളരെ ബാലിശമാണ്. എന്നാലും വിവാഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അടഞ്ഞുകിടക്കുന്നൊരു മുറി, അതിൽ ഞാനും ഉണ്ണിയേട്ടനും. ഇരുട്ട് വീണാൽ മറ്റ് ശബ്ദങ്ങളൊന്നുമില്ലെങ്കിൽ ആരോ വാതിൽ ചവിട്ടി പൊളിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കും. അച്ഛൻ, സാവിത്രി, ഉണ്ണി എന്നൊക്കെ വിളിച്ച് കരയുന്ന ശബ്ദം ഞാൻ കേൾക്കും. ഉണ്ണി. ആരുമില്ലാത്തപ്പോ ഒരു ലോൺലി അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് പേടിയാണ് ഉണ്ണേട്ടാ. ഉണ്ണേട്ടാ, കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞു. അന്ന് ഞാനതൊരു തമാശയെ എടുത്തുള്ളൂ. ആദ്യമൊക്കെ ഞാനും അത് സാരമാക്കിയില്ല. പിന്നെ കുറെ സെൽഫ് ട്രീറ്റ്മെന്റ് എടുത്തു. പ്രൊഫസറെ കണ്ടു. മെഡിസിൻ ഒന്നും വേണ്ട, യോഗ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല. നിനക്കെന്താ വട്ടുണ്ടോ സാവിത്രിക്കുട്ടി? MS ഡിഗ്രി കിട്ടിയ ഒരു സർജനാണോ നീ? ഒരുമാതിരി പൈങ്കിളി ഹീറോയിൻസിന്റെ സെന്റിമെന്റ്സ്. എനിക്ക് ലീവിന് 15 ദിവസം കൂടിയുണ്ട്. വൈകുന്നില്ല, മടങ്ങി പോയേക്കാം. ഉണ്ണേട്ടാ, വേണ്ട. ഒരേ വീട്ടിലല്ലേ താമസം. ആരും ഇല്ലാത്തപ്പോ ലോൺലി അറ്റ്മോസ്ഫിയറിൽ ചിലപ്പോൾ കണ്ടുമുട്ടി പോയെന്ന് വരും. ഉണ്ണേട്ടാ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അടുത്ത ലീവിന് ഇനി 2 വർഷം കൂടിയുണ്ട്. ഞാൻ വരണോ? കാത്തിരിക്കണോ? വേണം. അടുത്ത മാസം 24-ാം തീയതി ഞാൻ വരും. ഇത്തവണയും നീ എന്നെ നിരാശപ്പെടുത്തുമോ സാവിത്രി? നിനക്കിപ്പോ വയസ്സെത്രയെന്ന് അറിയാമോ? ഫസ്റ്റ് ഡെലിവറി 25 വയസ്സിന് മുമ്പ് വേണമെന്നാ. Now you are late by 7 years.
ஐயா, முன்னே நீங்க வந்தப்போ சொன்னீங்க கடவுள் இல்ல, மாரியம்மன் இல்ல, பேய் பிசாசு இல்ல, மனுஷங்க மட்டும்தான் இருக்காங்கன்னு. இந்த காட்டுல நாங்க நல்லா வாழணும்னா முதலாளிங்க தலையெல்லாம் வெட்டணும்னு. ஆனா இப்ப அந்த சாமி சொல்றாரு, முன்ன சொன்னதெல்லாம் தப்பு, கடவுள் இருக்கு, ஆனா மாரியம்மன் இல்ல அந்த புது கடவுள். ஐயா, நீங்க சொல்லுங்க, எது சரி எது தப்பு? நாங்க எதை நம்பணும்? എനിക്കും അറിഞ്ഞൂടാ പൊന്നി. നീ പോയി കിടന്നോ. ஐயா, அது தப்பு. நாங்க அப்படி பண்ண மாட்டோம். அரவிந்த் ஐயாவும் நீங்களும் எங்களுக்கு ஒரே மாதிரி. நாங்க പോലീസെ കൂപ്പിട മാட்டோം. നിങ്ങൾ വിളിച്ചില്ലെങ്കിലും പോലീസ് വരും. അവർ ഈ ഗ്രാമം കത്തിക്കും, ഈ ഊര് നശിപ്പിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ കാട്ടിലെങ്ങും ജീവിക്കാൻ വയ്യാണ്ടാവും. ഫോറസ്റ്റ് ഓഫീസ് ഫോണിൽ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട്? 8 മൈൽ. താൻ്റെ ഇവിടെ വാ. എടാ മൂപ്പ, അവൻ രക്ഷപ്പെടരുത്. പോലീസ് എത്തുമ്പോ അവനോട് ഇല്ലെങ്കിൽ അനുഭവം അറിയാമല്ലോ. അയ്യോ, രക്ഷപ്പെടും. സോറി സാർ, അവർ രക്ഷപ്പെട്ടു. എങ്ങോട്ട്? അങ്ങോട്ട്. ഉടനെ പിടിക്കാം. അതിലെ പോയാൽ മതി. என்ன இது? சாமி அடிக்காத. இவன் இந்த ஊர்ல இருக்க கூடாது.
ഡോക്ടർ, ഒരു എമർജൻസി കേസ്. പ്രിസണേഴ്സ് വാർഡിൽ നിന്ന്. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റാൻ പറഞ്ഞു. പോലീസുമായിട്ടുള്ള അറ്റാക്കാണ്. ഓൾമോസ്റ്റ് റൂയിൻ ബോഡി. എവിടെയൊക്കെ ജീവനുണ്ടെന്ന് മാത്രം. നോ ഹോപ്പ്. ഒരു ചലഞ്ചായിട്ട് എടുക്കാമെന്ന് തോന്നുന്നു. പൾസ് വളരെ വീക്കാണ്. ഡ്രീസ, ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയോ? ഓ നെഗറ്റീവ്. ട്രാൻസ്മിഷൻ തുടങ്ങിക്കോളൂ. യെസ് ഡോക്ടർ. One, two, three, four. 4 bullets. A deep wound pierced at diaphragm. ഓപ്പറേഷൻ കഴിയുന്നവരെങ്കിലും ജീവിച്ചിരിക്കുമെന്ന സംശയം. Anyway, we can try. പ്രകാശ്, get ready soon. Yes. ഞാൻ ദാ വന്നു കഴിഞ്ഞു. ഡോക്ടർ സാവിത്രി, അതെ. ഞാൻ ഇവിടുത്തെ കമ്മീഷൻ ഉണ്ണിത്താൻ. ഹലോ. ഹലോ. ഞങ്ങൾക്ക് പറ്റിയൊരു കൈവത്തമാണ്. ഇപ്പൊ കറങ്ങിത്തിരിഞ്ഞ് അത് എന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കുക. യൂണിവേഴ്സ് ഒക്കെ പറഞ്ഞ ഒരു രക്ഷയിൽ നിന്ന് ഒരു രാഷ്ട്രീയക്കാരനാണ് അയാൾ. ഞങ്ങൾ കൊന്നുകളഞ്ഞാണെന്ന് പത്രക്കാരെഴുതും. നോ ഹോപ്പ് എന്നും പറയില്ല. ബട്ട് ഹീ സിംഗിങ്. രക്ഷപ്പെടാൻ വളരെ റിമോട്ട് ചാൻസേ ഉള്ളൂ. ശ്രമിക്കാം, പരമാവധി ശ്രമിക്കാം. ഡോക്ടർ, ജസ്റ്റ് എ മിനിറ്റ്. എല്ലാവരോടും ഒന്ന് ശ്രമിക്കണം. കഷ്ടകാലം നോക്കണേ. സീനിയർ സർജൻസിനൊക്കെ ലീവ് എടുക്കാൻ കണ്ട ഒരു സമയം. അത് നിങ്ങളുടെ പേഷ്യന്റെ ഭാഗ്യം. ഡോക്ടർ സാവിത്രി കൈതൊട്ടൊന്നും പാഴായി പോയിട്ടില്ല ഇതുവരെ. ഡോക്ടർ, വാട്ട് ഹാപ്പൻ? വാട്ട് ഹാപ്പൻ ഡോക്ടർ? എന്തുണ്ടായി? ഡോക്ടർ, എനിക്ക് സാധ്യമല്ല. വേറെ ആരെങ്കിലും നോക്കൂ. ഞാൻ ഈ കേസ് അറ്റൻഡ് ചെയ്യില്ല. ഡോക്ടർ, എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? പേഷ്യന്റ് അരവിന്ദനാണെന്ന് നിങ്ങൾ എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? പേഷ്യന്റ് ആരാണെന്ന് ഡോക്ടർ എന്നോട് ചോദിച്ചതുമില്ല, ഞാൻ പറഞ്ഞതുമില്ല. നിങ്ങളത് എന്നോട് മറച്ചു വെച്ചതാണ്. ഓപ്പറേഷൻ ടേബിളിലെങ്കിലും ഞാനത് അറിയില്ലെന്ന് വിചാരിച്ചോ? അയാൾ കൊന്നത് എന്റെ അച്ഛനെയാണ്. 5 വർഷം മുൻപൊരു രാത്രിയിൽ എന്റെ കൺമുമ്പിൽ വെച്ച് ഇവന്റെ ജീവൻ രക്ഷിക്കേണ്ട ബാധ്യത എനിക്കില്ല. ഡോക്ടർ, പൾസ് വീണ്ടും ലോ ആയി. ഇറഗുലർ. ഡോക്ടർ, മരിക്കാൻ തുടങ്ങുന്ന ഒരു പേഷ്യന്റിനോട് അയാൾ ആരുമായിക്കൊള്ളട്ടെ, ഒരു ഡോക്ടർ ഇങ്ങനെയൊന്നും പെരുമാറരുത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് അരവിന്ദൻ ചെയ്ത അതേ തെറ്റാണ് ഇന്ന് നിങ്ങളും ചെയ്യാൻ പോകുന്നത്. കൊലപാതകം. നിങ്ങൾ ഉപേക്ഷിച്ചു പോയാൽ അയാൾ മരിക്കും. മെഡിക്കൽ എത്തിക്സിനെ കുറിച്ച് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് സാധ്യമല്ല. പ്രകാശ്, യു കാരി ഓൺ. ഞാൻ ഇന്ന് ലീവിലാണ്. ഡോക്ടർ, ജസ്റ്റ് എ മിനിറ്റ്. നാളെ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞങ്ങൾ ഇതുപോലെയൊക്കെ പെരുമാറട്ടെ ഡോക്ടർ? എത്തിക്സിനെ കുറിച്ച് ഡോക്ടർ ഞങ്ങളെ പഠിപ്പിച്ചതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനല്ലെന്ന് തോന്നുന്നു. അരവിന്ദന്റെ കാര്യത്തിൽ പ്രകാശിന് എന്താ ഇത്ര ഇൻട്രസ്റ്റ്? അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയമല്ലത്. പറഞ്ഞ ചിലപ്പോൾ ഡോക്ടറിന് മനസ്സിലായെന്ന് വരും. എന്റെ കൂടെ വരും. അങ്ങോട്ട് നോക്കൂ. ഡോക്ടർക്ക് അയാൾ വില്ലനായിരിക്കും, പക്ഷെ അവർക്ക് അയാൾ കാണപ്പെട്ട ദൈവമാണ്. അരവിന്ദൻ ഇവിടെ വെച്ച് മരിച്ചാൽ അവർ ഈ ഹോസ്പിറ്റലിൽ തീ വെക്കും. അവരുടെ ശാപം ഡോക്ടർക്ക് എന്നും ഉണ്ടാവും. അവരുടെ മാത്രമല്ല, അധ്വാനിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ശാപം.